ഹായ് ഫ്രണ്ട്സ്, ഏതു ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, ഈ റൂം ഇപ്പോൾ തന്നെ എനിക്ക് ക്ലീൻ ചെയ്ത് കിട്ടണം, എന്നിട്ട് നീ ഫോണിൽ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹെഡ്ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട് ശ്രുതിയോട്. ശ്രുതിയാണെങ്കിൽ അതിങ്ങ് തന്നെ ഇങ്ങ് തരാനാ പറഞ്ഞേ എന്നും പറഞ്ഞ് അശ്വിൻ്റെ പിറകെ പോവാണ്. അങ്ങനെ ചെന്ന് ശ്രുതി പെട്ടെന്ന് ചുറ്റി പിടിച്ച് പോവാൻ കേട്ടോ അശ്വിനെ. പിന്നീട് കുറച്ച് നേരത്തേക്ക് റൊമാൻസ് ആണ്. അതിനുശേഷം നമ്മുടെ ശ്രുതി പെട്ടെന്ന് തന്നെ പിടിവിടുന്നുണ്ട്. എന്നിട്ട് പറയും, അഞ്ജലി ചേച്ചി എന്നും പറഞ്ഞ് ശ്രുതി ആ ഇയർഫോണ് അശ്വിൻ്റെ അങ്ങ് പിടിച്ചു വാങ്ങാം കേട്ടോ. അപ്പോൾ ശരിക്കും അവിടെ അഞ്ജലി വന്നിട്ടുണ്ടാവും. എന്താ ഇവിടെ? ഏയ് ഒന്നുമില്ല ചേച്ചി. എന്തിനാ പിന്നെ എന്നെ വിളിച്ചത്? അതെനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഇന്ന് എൻ്റെ ബിസിനസ് നന്നായി പോയി. അതെയോ? ഇനി അങ്ങോട്ട് ഒരുപാട് ഓർഡറുകൾ കിട്ടാനുള്ളതാണല്ലേ ശ്രുതി? അതെ ചേച്ചി, ഒരുപാട് ആളുകൾക്ക് ഇന്ന് ഭക്ഷണം കൊടുത്തു ഞാൻ. എൻ്റെ വലിയൊരാഗ്രഹമാണ് അങ്ങനെ കൊടുക്കുക എന്നത്. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല എന്ന് പറയുമ്പോൾ, ഈ കുട്ടിക്ക് എന്താ? മരിച്ചു പോയേ? നീ മരിച്ചു പോയ എൻ്റെ കുഞ്ഞൻ ആരാ ഉള്ളത്? നിനക്ക് പകരം ഞാൻ മരിച്ചോട്ടെ, എങ്കിലും നിങ്ങൾ നല്ല സന്തോഷത്തോടെ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, ചേച്ചി ഒന്ന് നിർത്തുന്നുണ്ടോ? രാമേട്ടൻ വന്നിട്ട് ശ്യാം സാർ കുഞ്ഞിനെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോവാണ്. അതേസമയം ശ്യാമാണെങ്കിൽ ഒരാൾ അവിടെ വരുന്നുണ്ട് വാച്ചും കൊണ്ട്. അയാളെ കയ്യിൽ നിന്ന് വാച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അഞ്ജലിയെ വിളിക്കാട്ടോ. അഞ്ജലിയുടെ അടുത്ത് നിന്ന് ക്യാഷ് തട്ടാൻ വേണ്ടിയിട്ട് ആദ്യം അയാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അഞ്ജലിക്ക്. അപ്പൊ അയാൾ പറയും, സാർ ഒരു ദിവസം എൻ്റെ കയ്യിൽ കണ്ട വാച്ച് ഇഷ്ടപ്പെട്ടായിരുന്നല്ലോ, അങ്ങനെ ഒരു മോഡൽ വന്നിട്ടുണ്ട്, കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ. അല്ല സേതു, ഇതിന് എത്രയാ കോസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ, ഇതിന് 1 lakh വരും, പക്ഷേ സാറിനായതുകൊണ്ട് 80,000 രൂപയ്ക്ക് തരാം എന്ന് പറയണേ. അയ്യോ, എനിക്ക് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള വാച്ചൊന്നും കെട്ടാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി ചോദിക്കും, ശ്യാമേട്ടന് ഈ വാച്ച് ഇഷ്ടമായോ? ഒരു മിനിറ്റ്, ഞാൻ ഫോൺ എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അഞ്ജലി പോകുമ്പോൾ അയാൾ പറയുന്നുണ്ട് ശ്യാമിനോട്, സാറ് കൊള്ളാലോ, പിന്നെ അല്ലാതെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും അഞ്ജലി തിരികെ വന്നിട്ട് അയാളുടെ നമ്പറിലേക്ക് ക്യാഷ് സെൻഡ് ചെയ്യാണ്. അങ്ങനെ അയാൾ പോവേ. അതിനുശേഷം അഞ്ജലിയോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ എനിക്ക് വാങ്ങി തരുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. അതിനിപ്പോൾ എന്താ ശ്യാമേട്ടാ? നിനക്കതൊരു ബുദ്ധിമുട്ടായില്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ടാ ശ്യാമേട്ടാ? എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛന് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കാൻ എനിക്കും ഇഷ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്യാം അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് ഒരു സന്തോഷ പ്രകടനം ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്താ എപ്പോഴും നിങ്ങളുടെ റൂം എന്ന് പറയുന്നത്? നിന്റെ നാക്കിൽ നിന്ന് ഒരക്ഷരം ഇനി വീണു പോവരുത്. നിങ്ങൾ എന്താ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട്? പോയതേ എൻ്റെ ചേച്ചിയാ. എനിക്കെന്ത് പറ്റിയാലും അവർക്കൊന്നും പറ്റാൻ ഞാൻ എൻ്റെ ജീവനുള്ളിടത്തോളം കാലം സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ, ഹലോ, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ കാരണം നിങ്ങളുടെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമെന്നോ? അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാനൊന്നും പറയുന്നില്ലെന്ന് വെച്ച് എനിക്കൊന്നും അറിയില്ലെന്ന് നീ കരുതണ്ട. നിങ്ങൾക്ക് എന്തറിയാന്നാ? നിന്നോട് സംസാരിക്കരുതെന്ന് പറഞ്ഞത്? സംസാരിക്കും എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ കൈ അങ്ങ് പിടിച്ചു വെക്കാട്ടോ അശ്വിൻ. അങ്ങനെ പിടിച്ചിങ്ങനെ മുറുക്കുന്ന സമയത്ത് ശ്രുതി എൻ്റെ കൈ വേദനിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും, നീ ചെയ്തതിന്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത്. എൻ്റെ ചേച്ചിയെ വേദനിപ്പിച്ച ഇങ്ങനെ ഇരിക്കും എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ചേച്ചിയെ ഞാൻ വേദനിപ്പിച്ചെന്നോ? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു? നിങ്ങളുടെ മനസ്സ് ഇത്രയും കല്ലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങളൊരു മനസാക്ഷി ഇല്ലാത്തവനാ എന്ന് പറയുമ്പോൾ, എൻ്റെ മനസാക്ഷിയെ കുറിച്ച് നീ അളക്കേണ്ട കാര്യമൊന്നുമില്ല, ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് പിടിച്ച് തള്ളുമ്പോൾ ശ്രുതി ആ വാതിലേക്ക് അങ്ങ് വീഴാണ് കേട്ടോ. എൻ്റെ കൈ എന്ന് പറയുമ്പോഴേക്കും അശ്വിനാകെ ടെൻഷൻ ആവാണ് കേട്ടോ. എന്താ ശ്രുതി, എന്താ പറ്റിയേ എന്ന് ചോദിക്കുന്ന നേരത്തെ നമ്മുടെ ശ്യാം അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എൻ്റെ കൈക്ക് എന്ത് പറ്റിയാലും നിങ്ങൾക്കെന്താ? ഞാൻ വേദന അനുഭവിക്കേണ്ടവളാണല്ലോ. എങ്കിലും നിങ്ങൾക്ക് എങ്ങനെ എന്നോട് ഇത് പറയാൻ തോന്നി? ഇല്ല ശ്രുതി, ഇനി ഇതിനെക്കുറിച്ച് നമ്മൾക്ക് സംസാരിക്കണ്ട എന്ന് പറയാൻ. ഇതൊക്കെ പുറത്തു നിന്ന് നമ്മുടെ ശ്യാം കേൾക്കുകയും അഞ്ജലിയെ വിളിച്ചോണ്ട് വരികയും ചെയ്യണേ. നോക്ക് രാജകുമാരി, അവർ തമ്മിൽ എന്തോ സീരിയസ് ആയിട്ട് ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ കൂടി ബഹളം വെക്കുന്നത് ഞാൻ കേട്ടതാ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി അങ്ങ് ചെല്ലാട്ടോ. എന്താ കുഞ്ഞാ, എന്താ? അപ്പൊ ശ്രുതി ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്നതായിരിക്കും കേട്ടോ കാണാ. എന്താ ശ്രുതി, എന്താ നിനക്ക് പറ്റിയേ? ശ്യാമേട്ടൻ പറഞ്ഞല്ലോ ഇവിടെ എന്തോ ബഹളം ഉണ്ടായി എന്ന്. അപ്പൊ ശ്യാം അവിടെ നിന്നൊന്ന് ചമ്മുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു ബഹളവും ഇല്ല ചേച്ചി. ഞാൻ സംസാരിക്കുമ്പോൾ ശ്രുതി വാതിലിന് പുറത്തായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒച്ചയിൽ സംസാരിച്ചതാ. മറ്റൊരു പ്രശ്നവും ഇവിടെ ഇല്ല എന്ന് പറയണേ.
ഏട്ടൻ തെറ്റിദ്ധരിച്ചായിരിക്കും. ആ എങ്കിലും ഓക്കെ എന്ന് പറഞ്ഞു പോകുമ്പോൾ ശ്യാമ് വീണ്ടും അഞ്ജലിയോട് ഇങ്ങനെ പറയാണേ, അവിടെ സത്യമായിട്ടും ബഹളം ഉണ്ടാക്കിയതാ. അവര് ബഹളം ഉണ്ടാക്കിയെന്ന് വെച്ച് അവര് തന്നെ അത് തീർത്തോളും. ഇനിയും ബഹളം ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമുക്ക് മുത്തശ്ശിയോട് പറയാലോ എന്ന് പറഞ്ഞിട്ട് ശ്യാമിനെയും കൂട്ടിയിട്ട് അഞ്ജലി പോവാട്ടോ. അതിനുശേഷം നമ്മുടെ മനോരമയാണെങ്കിൽ റൂമിലിരുന്ന് ഫാഷൻ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രീതി അങ്ങോട്ടേക്ക് വന്നിട്ട്, ആൻറ്റി, നമ്മുടെ പരിപാടിക്ക് ആൻറ്റി ഫസ്റ്റ് പ്രൈസ് വാങ്ങുമ്പോൾ സംസാരിക്കാനുള്ള ഒരു പ്രസംഗം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്താ നീ പറഞ്ഞേ? എനിക്ക് നീ ഇംഗ്ലീഷിൽ പ്രസംഗം തയ്യാറാക്കി തരേ? ഞാൻ MA 3 പ്രാവശ്യം എഴുതിയ ആളാ. പിന്നെ നീ എന്തിനാ എനിക്ക് പ്രസംഗം തയ്യാറാക്കി തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, ആൻറ്റിക്ക് വേണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാനിത് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട ഞാനൊന്ന് നോക്കട്ടെ എന്തെങ്കിലും തെറ്റുണ്ടോന്ന് എന്നും പറഞ്ഞ് അത് വാങ്ങുമ്പോൾ രാമേട്ടൻ വന്നിട്ട്, ദേ മനോരമേ, നിന്നെയും പ്രീതി കുഞ്ഞിനെയും മുത്തശ്ശി അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് എന്ന് പറയാട്ടോ. അങ്ങനെ മുത്തശ്ശി എല്ലാരെയും കൂടി വിളിപ്പിക്കുന്നുണ്ട്. ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അഞ്ജലി വിശദമായിട്ട് എന്നോട് പറഞ്ഞു. അതിനുള്ള ഒരു പരിഹാരം ഇത് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ മുത്തശ്ശി ഒരു ലെറ്റർ കൊടുക്കാണ് കേട്ടോ. അപ്പൊ അഞ്ജലി പറയും, ശ്രുതി അതൊന്ന് തുറന്നു നോക്കിയേ. അപ്പൊ ശ്രുതി തുറന്നു നോക്കുമ്പോൾ ഇവർക്ക് ഹണിമൂൺ ആഘോഷിക്കാനുള്ള എയർ ടിക്കറ്റ് ആണ് കേട്ടോ. ബാലിയിൽ ആഘോഷിക്കാനുള്ള ഹണിമൂൺ ടിക്കറ്റ് അത്. അപ്പോഴേക്കും നമ്മുടെ മനോരമ പറയുന്നുണ്ട്, ബാലിയോ? അതൊരു കുന്നല്ലേ? അതെ, പുരാണത്തിലൊക്കെ പറയുന്ന ബാലികേറാമല. അപ്പോഴേക്കും നമ്മുടെ ശ്യാം പറയുന്നുണ്ട്, ആൻറ്റി അതൊരു വിദേശ രാജ്യമാണ്. വിദേശ രാജ്യമോ? നമ്മുടെ NK ബേബിയുടെ കിഡ്നി എന്ന് പറയുന്ന പോലെയോ? അപ്പൊ മുത്തശ്ശി പറയും, അവിടേക്കുള്ള എല്ലാ സൗകര്യങ്ങളും അഞ്ജലിയും ശ്യാമും കൂടെ റെഡി ആക്കിയിട്ടുണ്ട്. ശ്യാം അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ എന്ന് പറയുമ്പോൾ അയാളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ മനോരമ എണീറ്റിട്ട് അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട്, ഇവര് 4 പേരും കൂടെ പോകുമ്പോ അതിന്റെ കൂടെ ഒരു ഫ്രീ ടിക്കറ്റ് കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ അഞ്ജലി ബേബി? ഒരു സാധ്യതയില്ല ആൻറ്റി, അവര് പോയിട്ട് വരട്ടെ. നിനക്കെന്താ ശ്രുതി ഒരു സന്തോഷമില്ലാത്തത്? അവളുടെ ബിസിനസ് കാര്യത്തെക്കുറിച്ചുള്ള ടെൻഷനായിരിക്കും മുത്തശ്ശി എന്ന് പറയുമ്പോൾ, ഒരാഴ്ച നിങ്ങളെ ട്രിപ്പ് കഴിയുമ്പോഴേക്കും നിന്റെ പാർട്ട്ണർ അത് നന്നായിട്ട് നടത്തിയിരിക്കും ശ്രുതി. നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഭാര്യയും ഭർത്താവും കൂടി നല്ല സന്തോഷത്തിൽ അടിച്ചു പൊളിച്ചു വാ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്